ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ മരച്ചുവട്ടിലിരുന്ന് ഗൗതമ ബുദ്ധൻ ഗ്രാമീണർക്ക് ധർമ്മോപദേശങ്ങൾ നൽകുകയായിരുന്നു. ബുദ്ധന്റെ പ്രഭാഷണം ഇഷ്ടപ്പെടാതിരുന്ന ഒരാൾ ബുദ്ധനെ ചീത്ത പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ബുദ്ധൻ അയാളെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ബുദ്ധനെതിരെ വീണ്ടും ആക്ഷേപങ്ങൾ ഉയർത്തി അയാൾ അവിടെ നിന്നും മടങ്ങി. വീട്ടിലെത്തിയ അയാൾക്ക് കുറ്റബോധം തോന്നി. അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് ബുദ്ധനെ കണ്ട് ക്ഷമ ചോദിക്കുവാൻ അയാൾ മരച്ചുവട്ടിലെത്തി. എന്നാൽ ബുദ്ധൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോയിരുന്നു. അങ്ങനെ അയാൾ അടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ബുദ്ധനെ കണ്ടപാടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ബുദ്ധൻ ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് എൻ്റെ കാൽക്കൽ വീഴുന്നത്? അയാൾ പറഞ്ഞു, അങ്ങയ്ക്ക് എന്നെ ഓർമ്മയില്ലേ? ഞാൻ ഇന്നലെ അങ്ങയെ അവഹേളിച്ചയാളാണ്. ബുദ്ധൻ പറഞ്ഞു, ഞാൻ ഇന്നലെയിൽ നിന്ന് ഇന്നിലെത്തി. ഇന്നലത്തെ സംഭവങ്ങളെല്ലാം വിട്ടുകളഞ്ഞു. നീ എന്തിനാണ് അവിടെ തന്നെ നിൽക്കുന്നത്? ഇന്നലകളിലെ ഭാരങ്ങളേന്തി വീണ്ടും പുതിയ ദിവസത്തെ വരവേൽക്കരുതെന്നാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത്. പുതിയ പുലരികളും പുതിയ ആകാശങ്ങളും പുതിയ ഭൂമികളും ഇന്നലകളിൽ നിന്ന് മടങ്ങാൻ തയ്യാറായവർക്കാണ്. ഭൂതകാല സംഭവങ്ങളിൽ കുടുങ്ങി ജീവിക്കാതെ വർത്തമാനത്തിൽ ജീവിക്കാൻ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. എല്ലാവർക്കും മാപ്പ് നൽകി പുതിയ ദിവസത്തെ വരവേൽക്കുക. ആരെയും അധിക്ഷേപിക്കരുത്. തെറ്റുപറ്റിയാൽ തിരുത്തുവാനും മാപ്പപേക്ഷിക്കുവാനും വൈകരുത്. അധിക്ഷേപങ്ങളെ ക്ഷമയോടെ നേരിടുക. നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളെ ക്ഷമയോടെ നേരിടാൻ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. കോപം നമ്മെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. കഥയിലെ വ്യക്തി ദേഷ്യത്തിൽ ബുദ്ധനെ അധിക്ഷേപിക്കുകയും പിന്നീട് അതിൽ ഖേദിക്കുകയും ചെയ്തു. നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കാൻ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരോട് ദയയും അനുകമ്പയും കാണിക്കുവാൻ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ബുദ്ധനെ അധിക്ഷേപിച്ചിട്ടും ആ വ്യക്തിയോട് ദയ കാണിച്ചു. നമ്മളും അതുപോലെ മറ്റുള്ളവരോട് ദയ കാണിക്കണം.